നമസ്കാരം. ധനുൻ സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ജാനുവരി 25 നടന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/25 ആണ്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഡോക്ടർ DS കോത്താരി. ഡോക്ടർ DS കോത്താരി. നെക്സ്റ്റ് വൺ, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. ഡിസംബർ 10 ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ആൻസർ ഓപ്ഷൻ ബി, മെറ്റേണിക്ക്. നെക്സ്റ്റ് വൺ, കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, കുറുളി ചേകോൻ. കുറുളി ചേകോൻ. നെക്സ്റ്റ് വൺ, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കൊല്ലം ജില്ല. കൊല്ലം ജില്ല. സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കൊല്ലം ജില്ല. നെക്സ്റ്റ് വൺ, ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 7:30 PM. 7:30 PM. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, എല്ലാം. ഓപ്ഷൻ സി ആണ് ആൻസർ, ഇവയെല്ലാം. നെക്സ്റ്റ് വൺ, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? ആൻസർ ഓപ്ഷൻ ഡി, 61 ഭേദഗതി പ്രകാരം. ഓപ്ഷൻ ഡി, 61 ഭേദഗതി പ്രകാരം. നെക്സ്റ്റ് വൺ, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിൽ ആണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നെയ്യാറ്റിൻകര. നെക്സ്റ്റ് വൺ, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനം? മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ്. ഓപ്ഷൻ ഡി, ലാറ്ററൈറ്റ് മണ്ണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളമാണ്. ഓപ്ഷൻ ഡി, കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല അല്ലേ, ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലുത് അതാണ്, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂഭാഗം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി. നെക്സ്റ്റ് വൺ, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉള്ള പശ്ചിമതീര കനാൽ ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ദേശീയ ജലപാത 3 NW3. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂഭാഗത്തെയാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂഭാഗത്തെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉത്തര മഹാസമുദ്രം. ഇന്ത്യയുടെ ധാന്യപ്പുര ഉത്തര മഹാസമുദ്രം. നെക്സ്റ്റ് വൺ, ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഭൂതല ഛായാഗ്രഹണം. ഓപ്ഷൻ എ, ഭൂതല ഛായാഗ്രഹണം. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ദിരാ പോയിൻറ്റ്. ഭൂമിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ദിരാ പോയിൻറ്റ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. അതിനകത്ത് ഓപ്ഷൻ ബി ആണ്, പശ്ചിമ അസ്വസ്ഥത അല്ലേ, പശ്ചിമ അസ്വസ്ഥതയാണ്. നെക്സ്റ്റ് വൺ, പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1 ഉം 3 ശരി അല്ലേ. താരതമ്യേന വീതി കുറവാണ്,
അതുപോലെ മൂന്നാമത്തത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. പടിഞ്ഞാറൻ തീരസമതലം താരതമ്യേന വീതി കുറവാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഓപ്ഷൻ എ ആനമുടി. നെക്സ്റ്റ് വൺ, ചുവടെ പറയുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കല്ലുമാല സമരം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. തെക്കേ ഇന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. പിന്നെ പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ഇതിൽ ബന്ധമില്ലാത്തത് ഏതാണ്? അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്ത കാര്യം ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2 മാത്രമാണ്. ഓപ്ഷൻ എ 2 മാത്രമാണ് ബന്ധമില്ലാത്ത കാര്യം അല്ലേ. നെക്സ്റ്റ് വൺ, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1949 ജൂലൈ 1. 1949 ജൂലൈ 1. നെക്സ്റ്റ് വൺ, 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം. 17 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ചമ്പാരൻ അല്ലേ. 7 വെച്ച് നമുക്ക് ചമ്പാരൻ എഴുതാൻ പറ്റും. നെക്സ്റ്റ് വൺ, ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ജോനാഥൻ ഡങ്കൻ. ജോനാഥൻ ഡങ്കൻ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്ത ഏതാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 2 മാത്രമാണ് ബന്ധമില്ലാത്തത് അല്ലേ. അതായത് പ്രവിശ്യകളിലെ ഭരണം അവസാനിപ്പിക്കുക എന്നാണ് ബന്ധമില്ലാത്ത കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഗാന്ധി ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, അതുപോലെ തന്നെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, 2 മാത്രമാണ് ബന്ധമില്ലാത്തത്. നെക്സ്റ്റ് വൺ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി അല്ലേ, വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. നെക്സ്റ്റ് വൺ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ NS മാധവൻ. NS മാധവൻ. നെക്സ്റ്റ് വൺ, സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. യോഗ്യശ്രീ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. യോഗ്യശ്രീ ബംഗാളിൽ. യോഗ്യശ്രീ ബംഗാളിൽ. നെക്സ്റ്റ് വൺ, ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയെ. നെക്സ്റ്റ് വൺ, 2024 നോബൽ സമ്മാനത്തിനുള്ള സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ഹാൻകാങ്. സാഹിത്യം ഹാൻകാങ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ എയിൽ ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഡി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇവിടെ അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം അല്ലേ. 44 നമുക്കറിയാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക കടമ ഉൾപ്പെടുത്തിയത് ഇവിടെ നിന്നാണ്. കടം എടുത്തത് ഇവിടെ നിന്നാണ്? നമ്മൾ സോവിയറ്റ് യൂണിയൻ. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയൻ, റഷ്യ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം എന്താണ്? തെറ്റായ പ്രസ്താവന അല്ലേ. നെക്സ്റ്റ് വൺ, ഓപ്ഷൻ ഡി ആൻസർ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതി ആണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തത് 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്.
മൂന്നാമത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഓക്കെ, 35ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നോക്കാം. എ, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, അത് വകുപ്പ് 17 അല്ലേ, അൺടച്ചബിലിറ്റി. നെക്സ്റ്റ്, ജീവൻ്റെയും വ്യക്തിസ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം, അത് വകുപ്പ് 21 അല്ലേ, ജീവൻ 21. നെക്സ്റ്റ്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അത് രണ്ടാമത് 21A അല്ലേ, എപ്പോഴും ചോദിക്കുന്നത് 21A ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, അത് ഇപ്പോഴും ചോദിക്കുന്നതായിരുന്നു, അതിൽ എളുപ്പമായിരുന്നു. ആൻസർ 3 ആണ്, വകുപ്പ് അല്ലേ, ഇവിടെ 32 അല്ലേ. അപ്പോൾ എ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഒന്നുകൂടി തൊട്ടുകൂടായ്മ അൺടച്ചബിലിറ്റി നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ 17 അല്ലേ, ജീവൻ്റെത് 21, വിദ്യാഭ്യാസത്തിൻ്റെ അവകാശം 21A ആണ്. ജീവൻ്റെ അല്ലെങ്കിൽ ഭരണഘടന ആത്മാവ് 32. ഇത് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്നതല്ല, കുഴപ്പമില്ലാത്തതായിരുന്നു അത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി അല്ലേ, ഫസൽ അലി. പൊതു സ്വഭാവമുള്ള കാര്യനിർവഹണത്തിൽ ഏർപ്പെട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യ നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഇത് കടമ നിറവേറ്റുക അല്ലേ, ഒരു കടമ നിറവേറ്റുന്നത് വീഴ്ച വരുത്തുമ്പോൾ അപ്പോൾ അതിന് കർത്തവ്യ നിയമാനുസരണം കൊടുക്കുന്ന സംഭവം, കടമയിൽ വീഴ്ച വരുത്തുമ്പോൾ അത് ചെയ്യണമെന്ന് താല്പര്യപ്പെടുത്തുന്ന റിട്ട്, സുപ്രീം കോടതി റിട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മാൻഡമസ് അല്ലേ, മാൻഡമസ് ആണ് കടമ, മാൻഡമസ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ദേശീയ ഗീതം എന്ന് പറയുമ്പോൾ അത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓപ്ഷൻ സി, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22. ഓപ്ഷൻ സി, 22 ആണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? ആൻസർ അതിൻ്റെ ഓപ്ഷൻ സി ആണ്. രാജ്യസഭാ സീറ്റ് ഇപ്പോൾ 9. നെക്സ്റ്റ്, കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടി. നെക്സ്റ്റ്, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി അല്ലേ, ഓപ്ഷൻ സി 3 കിഴക്കോട്ട് 3. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട. ഓപ്ഷൻ ഡി, കല്ലട. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല, ഏത് ജില്ലയാണത്? ഓപ്ഷൻ ബി, പാലക്കാട് ജില്ല അല്ലേ, സൈലൻറ്റ് വാലി പാലക്കാട് ജില്ല. വെടിപ്രാട് സാന്നിധ്യം, സിംഹവാലം അങ്ങനെ പോകും. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാൻ. ചട്ടമ്പിസ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി, തിരുവനന്തപുരം. ചട്ടമ്പിസ്വാമിയുടെ ജില്ല തിരുവനന്തപുരം. നെക്സ്റ്റ് വൺ, അയ്യങ്കാളി ജനിച്ചത് എന്നാണ് ആൻസർ ഓപ്ഷൻ ഡി, 1963 ഓഗസ്റ്റ് 28. നെക്സ്റ്റ്, ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ എ, വൈക്കം അല്ലേ, വൈക്കം. ഇ വി രാമസ്വാമി നായ്ക്കറുടെ സ്മാരകം വൈക്കം സത്യാഗ്രഹം, വൈക്കമൊക്കെ ഓർക്കാം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വി ടി ഭട്ടതിരിപ്പാടുണ്ട്, ഏലിയാസ് ചാവറയുണ്ട്, മഹാദേവ് ഗോവിന്ദ റാനഡെയുണ്ട്, വൈകുണ്ഠ സ്വാമിയുണ്ട്. നമ്മുടെ ആൻസർ എന്താണ് ഇവിടെ? ഓപ്ഷൻ സി, മഹാദേവ് ഗോവിന്ദ റാനഡെയാണ്. നെക്സ്റ്റ്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? കെ എം പണിക്കർ. ഓപ്ഷൻ എ, കെ എം പണിക്കർ. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തമായ നേതാവ് തിരിച്ചറിയുക. സൂചകങ്ങൾ നോക്കാം. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനിച്ചു. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ എന്ന അദ്ദേഹത്തിൻ്റെത് ആത്മകഥയാണ്. ഇത്രയും പറയുമ്പോൾ അതിൽ നമുക്ക് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി അല്ലേ, എ കെ ഗോപാലൻ. ഓപ്ഷൻ സി, എ കെ ഗോപാലൻ.
നെക്സ്റ്റ്, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ശങ്കരൻ നായരാണ് കേട്ടോ, ശങ്കരൻ. നെക്സ്റ്റ് വൺ, ഫത്തഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെപ്പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതല്ല? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരി. അതായത് കവി ഖാസി മുഹമ്മദ് എഴുതി. രണ്ടാമത്തത്, സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. അടുത്തത്, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? വടകര. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യത്താൻ ഗോപാലൻ. ദർസാർ സാഹിബ് അയ്യത്താൻ ഗോപാലൻ. നെക്സ്റ്റ് വൺ, ബാരിസ്റ്റർ ജി.പി. പിള്ള താഴെ പറയുന്ന ഏത് സംഭവവും ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ ജി.പി. പിള്ള. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഷൺമുഖം ചെട്ടി. നെക്സ്റ്റ്, കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാസി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്നു, അത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, അഗസ്തീശ്വരം. നെക്സ്റ്റ്, വിറ്റാമിൻ എയുടെ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്നൊരു രോഗം ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, നിശാന്തത. നിശാന്തതയാണ്. ബാക്കിയൊക്കെ എന്താണ്? വിറ്റാമിൻ എ ബന്ധപ്പെട്ട, പക്ഷേങ്കിൽ അതല്ല. നിശാന്തതയും സിറോഫ്താൽമയുമാണ് എന്ത്? വിറ്റമിൻ എയുടെ കുറവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അസുഖം. ഗ്ലോക്കോമ എന്താണ്? നേത്രസ്ഥലത്തിലെ നേത്രഗോളത്തിന് മർദ്ദ വ്യത്യാസം, മർദ്ദം കൂടുമ്പോൾ ഉള്ള അസുഖമാണെന്ത്? അത് കണ്ണ് തന്നെയാണ്. കണ്ണിന് നേത്രഗോളത്തിൻ്റെ മർദ്ദം കൂടുമ്പോൾ ഉള്ള അസുഖമാണെന്ത്? ഗ്ലോക്കോമ. വർണ്ണാന്ധത എന്താണ്? പച്ചയും ചുവമ്പ് വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണെന്ത്? വർണ്ണാന്ധത. നിശാന്തത നിങ്ങൾക്ക് അറിയാവുന്ന മങ്ങി വെളിച്ചത്തിൽ കാഴ്ച കാണുന്ന നിശാന്തത. അപ്പോൾ അതിന് വൈറ്റമിൻ എയുടെ ആവശ്യമുണ്ട്. മയോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്രസ്വദൃഷ്ടിയാണ് മയോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തുള്ളത് മാത്രമേ കാണൂ, അകലുള്ളതിനെ കാണാൻ കഴിയില്ല. അതാണ് മയോപ്പിയ, ഹ്രസ്വദൃഷ്ടി. ഇവിടുത്തെ ആൻസർ ഇപ്പോൾ എന്താണ്? നിശാന്തതയാണ് ആൻസർ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഏതാണ് അല്ലാത്ത രോഗം? ആൻസർ നമുക്ക് എന്തെഴുതാം? ആൻസർ ഓപ്ഷൻ സി, ഹീമോഫീലിയ. ഹീമോഫീലിയാണ്. അതായത് ഹീമോഫീലിയ എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ RBCക്ക് അകത്ത് കാണുന്നതാണ് ഹീമോഗ്ലോബിൻ വർണ്ണവസ്തു. RBC എന്ന് പറയുമ്പോൾ ബ്ലഡിനകത്തുള്ള ആണെന്താ? ചുവന്ന രക്താണുക്കളാണ്. WBC RBC ഒക്കെ ഉണ്ടെന്നറിയാം. RBC അതിൽ ഉള്ള കണ്ടൻറ്റ് ഓക്സിജൻ വഹിച്ചുകൊണ്ട് പോകുന്ന വർണ്ണവസ്തുവാണെന്ത്? ഓക്സിജൻ വഹിച്ചുകൊണ്ട് പോകുന്നതാണ് ഹീമോഗ്ലോബിനാണ്. ആ ഹീമോഗ്ലോബിൻ്റെ ഷേപ്പ് എന്തായിട്ട് മാറും? സിക്കിൾ ഷേപ്ഡായിട്ട് മാറുന്നത്. അരിവാള് പോലെ, അരിവാള് പോലെ അത് സിക്കിൾ ഷേപ്ഡായിട്ട് മാറുന്നു. അത് ജീനിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അതുകൊണ്ടാണ് സംഭവിക്കുക. അപ്പോൾ അതാണത് ഹീമോഫീൽ എന്ന് പറയും. ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥയാണത്. നെക്സ്റ്റ് വൺ, നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? നിശബ്ദ വസന്തത്തിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, റേച്ചൽ കഴ്സൺ. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പെരിയാർ. വന്യജീവി സങ്കേതം പെരിയാറാണ്. നെക്സ്റ്റ് വൺ, മനുഷ്യരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇനാമലാണ്. ഇനാമല. ഏറ്റവും നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഡെൻറ്റൻ ആണെങ്കിൽ ഡെൻറ്റനെ പൊരിഞ്ഞു കാണപ്പെടുന്നതാണെന്ത്? ഇനാമൽ. ഏറ്റവും കാഠിന്യമുള്ള വസ്തു എന്താണ്? ഇനാമലാണ്. പല്ലിൻ്റെ സ്ട്രക്ചറിലാണ് അത് വന്നേക്കുന്നത്. ദന്തം ഡെൻറ്റൻ പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് പല്ല്. അതിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന വസ്തുവാണെന്ത്? ഇനാമൽ. ഏറ്റവും കാഠിന്യമുള്ള വസ്തുവും ഇനാമലാണ്. നെക്സ്റ്റ് വൺ, ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ആൻസർ ഓപ്ഷൻ സി, ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റാണ്. നമ്മുടെ WBC ആണ്. ശ്വേതരക്താണുക്കളുടെ അതിനകത്ത് വരുന്ന വകഭേദങ്ങളിൽ ഒന്നാണെന്ത്? WBC ശ്വേതരക്താണുക്കൾ. അപ്പം അവരുടെ അവരുടെ ജോലി എന്താണ്? പ്രതിരോധിക്കുക എന്നുള്ളതാണ് അവരുടെ, അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് പ്രതിരോധിക്കുക എന്നുള്ളതാണ് അവരുടെ, രോഗാണുക്കളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ലിംഫോസൈറ്റ് പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ അത് ചെയ്യാൻ കഴിയാതെ വരുന്നു. നെക്സ്റ്റ്, മനുഷ്യരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാണ്? മനുഷ്യരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാണ്? ആൻസർ കരളിൽ വെച്ചാണ്. നെക്സ്റ്റ്, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏതാണ്?
ആൻസർ ഓപ്ഷൻ ഡി പ്രിയങ്ക. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതാണ്? ഇതൊക്കെ വേണേൽ പോകാം അല്ലേ, ഡിലീറ്റ് ആയി പോകാം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതാണ്? ആൻസർ എന്താണ് അല്ലേ? 23. അറിയാവുന്നൊരു ആൻസർ ഇത് തന്നെയായിരിക്കും. അപ്പം വേണമെങ്കിൽ ഈ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ പേരിൽ അങ്ങ് എടുത്ത് കളയുകയും ചെയ്യും. കുറേയധികം സ്പെല്ലിംഗ് മിസ്റ്റേക്കിനത് കാണുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ സി 23. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 5 ലക്ഷം രൂപയാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം 5 lakhs. നെക്സ്റ്റ്, പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു, നോക്കാം. അതിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് ചോദ്യം അല്ലേ. അതായത്, ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി, തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി, ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തന്നിരിക്കുന്ന പരിശോധിച്ച് ശരിയായ ഉത്തരം എഴുതുക എന്നുള്ള ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു. തന്നിരിക്കുന്നതിൽ 2, 3 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. 2, 3മാണ്. 2, 3. ഉത്തരം ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വസ്തുവിനേക്കാൾ വലുത്, മിഥ്യയായിരിക്കും, നിവർന്നതുമായിരിക്കും. അടുത്തത്, മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ് അല്ലേ? അത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ അല്ലേ, എപ്പോഴും ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ്? കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ്? 310 കെൽവിൻ. 310 കെൽവിൻ. ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏതാണ്? ശരിയായ സമവാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി u² = v² - 2as അല്ലേ. ഇതങ്ങോട്ട് ഫിസിക്സ് പഠിക്കുന്നവർക്ക് അങ്ങോട്ട് എഴുതാം. എന്നാലും അത്യാവശ്യം എല്ലാ ടെക്സ്റ്റിലും അല്ലെങ്കിൽ ഗൈഡുകളിലൊക്കെ ഉണ്ടായിരുന്നു u² = v² - 2as. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. പെട്രോൾ കാറിൽ ആൻസർ ഓപ്ഷൻ സി ആണ്. രാസോർജ്ജം ഗതികോർജ്ജമാറുന്നു അല്ലേ. രാസോർജ്ജം ഗതികോർജ്ജമായി മാറുന്നു അല്ലേ. കാർ ഓടണമെങ്കിൽ അത് ഗതിയായിട്ട് പോകണം അല്ലേ, പോകുന്നു, അത് ഗതികോർജ്ജം. രാസോർജ്ജം ഗതികോർജ്ജമായി മാറുമ്പോഴാണ് വണ്ടി മൂവ് ആവുക, ചലിക്കുന്നത്. നെക്സ്റ്റ് വൺ, സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന രീതിയിൽ ശരിയായ ക്രമീകരണം കണ്ടെത്തുക. സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം, സൂര്യഗ്രഹണം. ആൻസർ ഓപ്ഷൻ എ ആണ്. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു, അപ്പോഴാണ് സൂര്യഗ്രഹണം. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ പ്രസ്താവന പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. 1, ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ട് കാണപ്പെടുന്നു. ശരിയായ ഉത്തരം ഏതൊക്കെയാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ സി 2 മാത്രമാണ് തെറ്റ്. അതായത് ഇത് വേണ്ടല്ലേ, ബാക്കി നിറം മണം ഉണ്ടെന്ന് നമുക്കറിയാം. H2 ആണെന്നും അറിയല്ലേ, എപ്പോഴും H2 ആണെന്നറിയാം. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോട്രോപ്പുകളെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഐസോട്ടോപ്പ് വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഓക്കെ, ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യനാണ്. ഇതേമാതിരി ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നു കഴിഞ്ഞ പ്രിലിംസും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അറ്റോമിക് സംഖ്യ 8 ആയ ഒരു മൂലകം ഏതാണ്? അറ്റോമിക് സംഖ്യ 8 ആയ മൂലകം ഏതാണ്? ഓക്സിജൻ, O. നെക്സ്റ്റ്, 15 + 33 / 11 × 12 / 3 ബ്രാക്കറ്റിൽ -10 കണക്കാക്കാം. ബ്രാക്കറ്റിൽ ആദ്യം ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, 17. നെക്സ്റ്റ്, 82 36 / 636² / 6². ആൻസർ ഓപ്ഷൻ എ ആണ്, 36. √0.444 എന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്, 0.66. നെക്സ്റ്റ്, 1.5² × 0.2² എത്രയാണ്?
ആൻസർ ഓപ്ഷൻ ഡി 0.09. ഓപ്ഷൻ ഡി 0.09. 52 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാൻ പറ്റും? ആൻസർ ഓപ്ഷൻ എ ആണ് 312 കിലോമീറ്റർ. നെക്സ്റ്റ് വൺ 011235 അടുത്ത സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 13 ആണ്. ഒരു ആൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ് 1344 രൂപ. 2/1 മൈനസ് 1/8 മൈനസ് 1/16 എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് 37/16. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. ടീച്ചറുടെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 47. ആദ്യത്തെ 5 ഒറ്റസംഖ്യകളുടെ ലസാഗു കാണുക. ആൻസർ ഓപ്ഷൻ ഡി 315. നെക്സ്റ്റ് കേരളയുടെ കോഡ് JFQBKB ആയാൽ ഒഡീഷയുടെ കോഡ് എന്തായിരിക്കും? അല്ലേ, അത് ആൽഫബറ്റ് ഓർഡർ ഇങ്ങനെ എഴുതി നോക്കിയിട്ട് ആ കേക്ക് എന്ത് ജെ വന്നു, എത്ര സ്ഥാനം വെച്ചു, എത്ര നമ്പർ വെച്ച് വന്നു, മൈനസ് ആണോ പ്ലസ് ആണോ നോക്കുക, എത്ര നമ്പർ വെച്ച് വന്നു. അതേപോലെ ഈയിടത് എഫ് വെച്ച് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് പിന്നീട് ആ നമ്പറിൻ്റെ അനുപാതത്തിൽ ഒഡീഷയുടെ നോക്കുക. ABCD ഫുൾ എഴുതി നോക്കേണ്ടി വരും. നെക്സ്റ്റ് അതിൻ്റെ ആൻസർ 91. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് 20 ആണെങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 31 അല്ലേ. നെക്സ്റ്റ് 5:126 അംശബന്ധം 9:2 എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 730. ഒറ്റയാനെ കണ്ടെത്തുക. 146, 156, 176, 196. 94ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 196. ഓപ്ഷൻ ഡി ആണ്. ഇവിടെ 95ൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് 30 ആണ് അല്ലേ. അതിൽ ചിഹ്നങ്ങൾ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. 5ന് പ്ലസിന് പകരം ഇവിടെ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. 2/3 പ്ലസ് എക്സ് ഈക്വൽ ടു 5/6. എക്സിൻ്റെ വില എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് 1/6. നിൽക്കുന്ന സ്ഥാനവും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണ്? 97ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 13 മീറ്റർ. പുസ്തകങ്ങൾ, ലൈബ്രറി, സിനിമ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 98. ആൻസർ ഓപ്ഷൻ ബി തിയേറ്റർ. എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ്? ഡി. ആൻസർ ഓപ്ഷൻ സി ആണ് അമ്മാവൻ. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതൽ ആണ് എങ്കിൽ അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാവും. ഇപ്പോൾ മനുവിൻ്റെ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 19. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.